ഇപ്പോഴത്തെ എൻ്റെ മുടിയുടെ ഉള്ളു കണ്ടോ, ഇത് ഈ ഒരു ഉള്ളിലേക്ക് ഞാൻ കൊണ്ടെത്തിച്ചത് ഈ ഒരു ഹെയർ പാക്ക് കൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഹെയർ പാക്ക് എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്ന് നമുക്കൊരു പ്രീ ബ്രൈഡൽ ഹെയർ കെയർ ചാലഞ്ച് ആണ് കേട്ടോ. ഓൾറെഡി നമ്മൾ 3 ചെയ്തിട്ടുണ്ട്, ഇന്ന് 4ാമത്തെ ഡേ ആണ്. അപ്പം ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് കേട്ടോ നമ്മൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന കറ്റാർവാഴയാണ് കേട്ടോ. കറ്റാർവാഴയുടെ ഒരു പോള മതി നമുക്ക്. ഞാൻ ഈ ഒരു ചെറിയ കറ്റാർവാഴയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ജെല്ലും കൂടി എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തേയിലപ്പൊടി ഉണ്ടല്ലോ, ആ തേയിലപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അധികം ഇടണ്ട, 1 സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേയിലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്, നമ്മൾ തേയിലപ്പൊടി ആഡ് ചെയ്തു. ഇതിനി കുറച്ച് നേരം ഇനി നമ്മൾ തീ ഒന്ന് കുറച്ചിടണം കേട്ടോ. നമ്മൾ ഈ ഹെയർ പാക്കും എണ്ണയൊക്കെ ചൂടാക്കുന്ന ടൈമിൽ പഴയ ഒരു പാത്രം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നല്ല പാത്രം എടുത്തു കഴിഞ്ഞാൽ പാത്രം വേഗം കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് സിമ്മിലൊക്കെ ഇട്ട് തിളപ്പിക്കുമ്പോഴത്തേക്ക്. അപ്പം പഴയ പാത്രം എടുക്കാൻ ശ്രമിക്കുക. ഇപ്പം 1 ഗ്ലാസ് ആയിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളം വെച്ചത് 1 ഗ്ലാസ്സായി മാറിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് തണുത്തതിന് ശേഷം യൂസ് ചെയ്യാം കേട്ടോ. അത് തന്നെ നമുക്ക് വേണ്ടത് ഇതാണ് കേട്ടോ. ഇത് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 1 സ്പൂൺ തേയിലയിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അത് വന്നിട്ട് 1 ഗ്ലാസ് ആയിട്ട് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഇത്രയും തേയില വെള്ളമുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഉള്ളത് മതി. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. പിന്നെ രണ്ടാമത് നമുക്ക് വേണ്ടത് അലോവേരയാണ് കേട്ടോ. അലോവേരയുടെ ജെല്ല് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മിക്സാക്കി എടുക്കാം. അത്രേ ഉള്ളൂ, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ നമ്മുടെ ഹെയർ പാക്കിന്. അപ്പോൾ ഞാൻ തേയില വെള്ളം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒഴിക്കുകയാണ് കേട്ടോ. ഒരു പഴയ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും തേയില വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. എൻ്റെ ഹെയറിന് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് വെച്ചിരിക്കുന്ന അലോവേരയുടെ ജെല്ല് കൂടി കണ്ടോ. നല്ല തിക്കായിട്ടാണ് ഞാൻ കറ്റാർവാഴയുടെ ജെല്ല് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കറ്റാർവാഴ എടുത്തിട്ട് 2 സൈഡും ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് ചീകി വടിച്ചിട്ടാൽ മതി. അപ്പം കറക്റ്റ് ജെല്ല് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇതിന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര മാത്രം മതി നമുക്ക്, വേറെ ഒരു സാധനം നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി പാടാണേ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത്, ആ ഹെയർ ഓയിൽ വെച്ച് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഈ ഹെയർ പാക്കൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണേ. താരനുണ്ടായിട്ട് തലയിൽ എന്ത് ചെയ്താലും യാതൊരുവിധ ഫലവും കാണത്തില്ല. അപ്പോൾ താരം മാറ്റിയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് കാണാൻ പറ്റും കേട്ടോ. ഞാൻ സ്കാൽപ്പൊക്കെ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പൊടി മസാജ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഈ ഹെയർ പാക്ക് തലയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഒരു നമ്മൾ ഈ താളിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. നമുക്ക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. ഇത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും ഹെയറിന്. നമുക്ക് ഹെയർ ഗ്രോത്ത് വേഗം ഉണ്ടാവും കേട്ടോ. മുടിക്ക് ഉള്ളു വെക്കാണ് ഇത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും നന്നായിട്ട് തേച്ച് കൊടുക്കുക.
ആഴ്ച 2 ദിവസം പറ്റിയില്ലെങ്കിൽ ആഴ്ച 1 ദിവസമെങ്കിലും തേച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവേ. ഷാമ്പു വാഷൊന്നും വേണ്ട, നോർമൽ വാഷ് മതി, യാതൊരുവിധ പ്രശ്നമില്ല. ഇതേ നമ്മുടെ ഹെയർ പാക്ക് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് 20 മിനിറ്റിന് ശേഷം ഞാനിത് വാഷ് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.